ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ എ ഷിപ്പ് റെക്ക്ഡ് സെയിലർ എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദി നരേറ്റർ? നരേറ്ററിന് എന്താണ് സംഭവിച്ചത്? ദി നരേറ്റേഴ്സ് ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻ ടു ആൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ്. ഹി വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ സീ ആഫ്റ്റർ ദ ഷിപ്പ് റെക്ക്. എന്താണ് സംഭവിച്ചത്? നരേറ്ററിൻ്റെ കപ്പൽ കടലിൻ്റെ അഗാധതയിലേക്ക് മുങ്ങിപ്പോയി അല്ലേ? അങ്ങനെ ഷിപ്പ് കാണാണ്ടായി. അദ്ദേഹം ആ കടലിൽ അകപ്പെടുകയും ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് അപ്പിയർഡ് റീഅഷ്വറിംഗ് ടു ദി നരേറ്റർ? നരേറ്ററിന് ആശ്വാസമായിട്ട് എന്താണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്? It was reassuring to know that all the sailors around him were in the same predicament. എന്താണ് കൂടെയുള്ള ബാക്കി സഹയാത്രികരും കടലിൽ അകപ്പെട്ടിരുന്നു. അവരെയും കൂടി കണ്ടപ്പോഴാണ് നരേറ്ററിന് ആശ്വാസമായത്. തേർഡ് ക്വസ്റ്റ്യൻ, ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദി തേർഡ് ട്രൈ. മൂന്നാമത്തെ ശ്രമത്തിൽ ഞാനത് സാധിച്ചു. വാട്ട് ഡിഡ് ദി നരേറ്റർ ഡു ഓൺ ദി തേർഡ് ട്രൈ? അതെ, മൂന്നാമത്തെ ശ്രമത്തിൽ എന്താണ് നരേറ്റർ സാധിച്ചത്? ആൻസർ, ഹി ഗ്രാബ്ഡ് ദ റിഗ്ഗിങ് ആൻഡ് ജംപ്ഡ് ടു ദി ലൈഫ് റാഫ്റ്റ് ഓൺ ദി തേർഡ് ട്രൈ. അതെ, അദ്ദേഹം എന്താ ചെയ്തത്? മൂന്നാമത്തെ ശ്രമത്തിൽ പായ്മരക്കയറുകൾ പിടിച്ചിട്ട് അദ്ദേഹം ലൈഫ് റാഫ്റ്റിലേക്ക് ചാടി അല്ലേ? ദെൻ ഐ സോ 3 ഓഫ് മൈ മേറ്റ്സ് നിയർ ദ റാഫ്റ്റ്. ആ റാഫ്റ്റിൻ്റെ അടുത്ത് എന്താണ് അദ്ദേഹം 3 കൂട്ടുകാരെ കണ്ടു എന്ന് പറഞ്ഞു അല്ലേ? ഹൂ വേർ ദ 3 ഷിപ്പ്മേറ്റ്സ് വെലാസ്കോ? സോ വെലാസ്കോ കണ്ട 3 ഷിപ്പ്മേറ്റ്സ് ആരൊക്കെയായിരുന്നു? കാസ്റ്റിലോ, കാരബെല്ലോ, റെങ്കിഫോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കുഡ് വെലാസ്കോ സേവ് രാമൻ ഹെറാറ? വൈ? വെലാസ്കോയ്ക്ക് ഹെറാറയെ രക്ഷിക്കാൻ കഴിഞ്ഞോ? വൈ? എന്തുകൊണ്ട്? ആൻസർ എന്താ? നോ, ഹീ കുഡിൻ സേവ് ഹെറാറ. ഹെറാറയെ രക്ഷിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ? ബിക്കോസ് ദി ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ ആൻഡ് വെലാസ്കോ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ് ടു സേവ് രാമൻ ഹെറാറ. 2 മീറ്റർ അകലെ ആയിരുന്നു ലൈഫ് റാഫ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെറാറയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആടിയുലയുന്ന ആ കടലിൽ കാറ്റിനെതിരെ തുഴഞ്ഞിട്ട് ഹെറാറയെ രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വേർ എഡ്വാർഡോ കാസ്റ്റിലോ ആൻഡ് ജൂലിയോ അമാഡർ കാരബെല്ലോ ഡൂയിങ്? കാസ്റ്റിലോയും കാരബെല്ലോയും എന്തായിരുന്നു ചെയ്തിരുന്നത്? കാസ്റ്റിലോ ആൻഡ് കാരബെല്ലോ വേർ ട്രൈയിങ് ടു റീച്ച് ദ ലിഫ്റ്റ് റാഫ്റ്റ്. കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് അറൗണ്ട് കാരബെല്ലോസ് നെക്ക്. കാസ്റ്റിലോയും കാരബെല്ലോയും ലൈഫ് റാഫ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കായിരുന്നു അല്ലേ? കാരബെല്ലോയുടെ കഴുത്തിൽ കാസ്റ്റിലോ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് എ മാൻ വാസ് ലൂയിസ് റെങ്കിഫോ? ലൂയിസ് റെങ്കിഫോ എങ്ങനെയുള്ള ആളായിരുന്നു? ലൂയിസ് റെങ്കിഫോ വാസ് എ സ്ട്രോങ് ആൻഡ് ബോൾഡ് മാൻ ആൻഡ് ഹി വാസ് എ മാൻ വിത്ത് ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ലൂയിസ് റെങ്കിഫോ ധീരനും ശക്തനുമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം ആത്മവിശ്വാസം നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു കാരബെല്ലോ ആൻഡ് കാസ്റ്റിലോ? കാരബെല്ലോയ്ക്കും കാസ്റ്റിലോയ്ക്കും എന്ത് സംഭവിച്ചു? Carabello and Castillo were trying to reach the lift raft. They were less than 3 meters away from the raft, but at the moment a gigantic wave lifted the life raft. When the life raft came down again, Carabello had vanished, with Castillo hanging onto his neck. കാരബെല്ലോയും കാസ്റ്റിലോ എന്താ ചെയ്തിരുന്നത്? ലൈഫ് റാഫ്റ്റിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കായിരുന്നു അല്ലേ? അവർ റാഫ്റ്റിൻ്റെ അടുത്തു നിന്നും 3 മീറ്റർ പോലും അകലത്ത് അല്ലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? എന്നിട്ട് എന്തുണ്ടായി? പെട്ടെന്ന് ഒരു ഭീകരമായ തിരമാല വന്നു ലൈഫ് റാഫ്റ്റിനെ അത് ഉയർത്തി അല്ലേ? ലൈഫ് റാഫ്റ്റ് പിന്നീട് താഴേക്ക് തന്നെ വന്നപ്പോൾ എന്തുണ്ടായി? കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന കാസ്റ്റിലോടൊപ്പം കാരബെല്ലോയെ എന്തായി? കാണാനില്ലാതായില്ലേ? അവർ രണ്ടുപേരും
അപ്രത്യക്ഷമായില്ലേ. വാട്ട് വാസ് ദ അബ്സേർഡ് തിങ് ഡൺ ബൈ ദി നെറേറ്റർ? നെറേറ്റർ ചെയ്ത അബ്സേർഡ് തിങ് എന്ന് വെച്ചാൽ അസംബന്ധം എന്താണ്? ദി അബ്സേർഡ് തിങ് ഡൺ ബൈ ദി നെറേറ്റർ ഈസ് ദാറ്റ് നോയിങ് ഹി couldn't move forward, he put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. നെറേറ്റർ എന്താണ് ചെയ്തത്? അവന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും അയാൾ എന്ത് ചെയ്തു? ആ തുഴ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. റാഫ്റ്റ് ചലിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പോലെ അല്ലേ. ഹൗ ഡിഡ് അമേഡർ ആൻഡ് കാസ്റ്റിലോ വാനിഷ്? എങ്ങനെയാണ് കാസ്റ്റിലോയും കാരബെല്ലയും അപ്രത്യക്ഷമായത്? കാരബെല്ലോ വാനിഷ്ഡ് വിത്ത് കാസ്റ്റിലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. കാസ്റ്റിലോ കാരബെല്ലയുടെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അവർ അപ്രത്യക്ഷമായത്. 11th question. I made a last try. What was the last try made by Velasco? Was he successful in it? ഞാൻ അവസാനമായി ഒരു ശ്രമം നടത്തി. എന്താണ് വെലസ്കോ നടത്തിയ അവസാന ശ്രമം? അതിൽ അദ്ദേഹം വിജയിച്ചോ? എന്താണ്? വെലാസ്കോ ട്രൈഡ് ടു റോ ടുവാർഡ്സ് റെങ്കിഫോ ടു റെസ്ക്യൂ ഹിം. വെലാസ്കോ റെങ്കിഫോയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തുഴഞ്ഞുല്ലേ. ബട്ട് റെങ്കിഫോ വാസ് ടയറിങ് ആൻഡ് ലോസിങ് ഹേർട്ട് ആൻഡ് ഹി ഡ്രോൺഡ്, സോ വെലാസ്കോ കുഡിൻ സേവ് റെങ്കിഫോ. പക്ഷെ എന്ത് സംഭവിച്ചു? റെങ്കിഫോ വളരെയധികം ക്ഷീണിതനും അതുപോലെ ബോധം നഷ്ടപ്പെടുന്നവനും ആയിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ വെലാസ്കോയ്ക്ക് റെങ്കിഫോയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 12th question. I kept searching the water, hoping that someone would surface soon. Did anyone come to the surface? Why? അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? ആരെങ്കിലും ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് അദ്ദേഹം വെള്ളത്തിൽ സെർച്ചിങ് തുടങ്ങിയില്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആരെങ്കിലും ഉപരിതലത്തിലേക്ക് വന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ആൻസർ എന്താ? നോ, ബിക്കോസ് ഹിസ് മേറ്റ്സ് വേർ ഡ്രോൺഡ് ഇൻ ദ സീ. ഇല്ല അല്ലേ. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം കടലിൽ മുങ്ങി മരിച്ചിരുന്നു. 13th question. Pick out the image that describes the sun. സൂര്യനെ വർണ്ണിക്കാൻ ഉപയോഗിച്ച ഇമേജ്, പ്രതിബിംബം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. എന്താണ്? എ മിഡ് ഡേ സൺ വാസ് ഹോട്ട് ആൻഡ് മെറ്റാലിക്. നല്ല ചൂടുള്ള ഒരു മധ്യാഹ്ന സൂര്യനായിരുന്നു. അങ്ങനെയാണ് അല്ലേ സൂര്യനെ വർണ്ണിച്ചിട്ടുള്ളത്. 14th question. But I tried to resign myself to it. What did Velasco resign himself to? പക്ഷേ ഞാൻ അതിന് വഴങ്ങാൻ ശ്രമിച്ചു. എന്ത് ചെയ്യാനാണ് വെലാസ്കോ സ്വയം വഴങ്ങിയത്? It seemed an extraordinary long time to be alone the sea without food and water. So he tried to resign himself to it. ഫുഡും വാട്ടറും ഒന്നും ഇല്ലാണ്ട് കടലിന് നടുക്ക് ഒരുപാട് സമയം ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതിനോടാണ് അദ്ദേഹം വഴങ്ങിയത് അല്ലേ. 15th question. Why did Velasco splash water over his head? വെലാസ്കോ തൻ്റെ തലയിൽ വെള്ളം തെളിച്ചത് എന്തുകൊണ്ടാണ്? ആൻസർ. The sun burned his head and his skin, which was dry and hardened by salt, since he had lost his cap. അവൻ്റെ തൊപ്പി നഷ്ടമായിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഉപ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയെല്ലാം ആകെ വരണ്ടിട്ടുണ്ടായിരുന്നു. സൂര്യൻ്റെ ചൂടുകൊണ്ട് തല ആകെ പൊള്ളുന്നുണ്ടായിരുന്നു അല്ലേ. 16th question. But when I did, I was startled. Why was Velasco startled? പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് വെലാസ്കോ ഞെട്ടിപ്പോയത്? He saw a deep half-moon shaped wound on the lower part of his knee. എന്താണ് സംഭവിച്ചത്? ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ ഒരു ആഴത്തിലുള്ള ഒരു മുറിവ് അവൻ്റെ കാൽമുട്ടിൻ്റെ താഴെ ഭാഗത്ത് കണ്ടു അല്ലേ. അതുകൊണ്ടാണ് ഞെട്ടിപ്പോയത്. 17th question. What were the items in the list of belongings of Velasco? വെലാസ്കോയുടെ പട്ടികയിലെ ഇനങ്ങൾ എന്തെല്ലാമായിരുന്നു? വാച്ച്, നെക്സ്റ്റ് ഗോൾഡ് റിങ്, നെക്സ്റ്റ് എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദി വെർജിൻ ഓഫ് കാമൺ ഓൺ ഇറ്റ്. എന്താണ്? കന്യാമറിയത്തിൻ്റെ ലോക്കറ്റുള്ള ഒരു മാല.
നെക്സ്റ്റ് കീസ് ഓഫ് ഹിസ് ലോക്കർ ഓൺ ദി സ്മോൾ ഷിപ്പ്. ആ ചെറിയ കപ്പലിലെ ലോക്കറിൻ്റെ ചാവികൾ. നെക്സ്റ്റ് 3 ബിസിനസ് കാർഡ്സ്. 3 ബിസിനസ് കാർഡുകൾ. ഇതെല്ലാം ആയിരുന്നു വെലാസ്കോയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.